ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടു കാണും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബാസ്ക്കറ്റാണ്. ആദ്യമായിട്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ വേണം. ഈ ഒരു നമ്മുടെ കൊട്ടയുടെയൊക്കെ കളറിലെ ഒരു പേപ്പർ. ഇവിടെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചാർട്ട് പേപ്പറാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്താൽ മതി. അത് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം കോമ്പസ് ഉപയോഗിച്ച് അളവെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വളയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അടപ്പിൻ്റെ മൂടിയാണ്. അത് വെച്ചിട്ട് നമുക്ക് അളവെടുത്തിട്ട് കട്ട് ചെയ്യാം. അത് 2 എണ്ണം വേണേ. ഒരേ അളവിൽ 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നീളത്തിൽ കുറച്ച് പേപ്പർ വേണം. അതിനായിട്ട് 1 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അത് ഇച്ചിരി നീളമുള്ളതുകൊണ്ട് തന്നെ ഞാനത് 2ആയിട്ട് മുറിക്കുന്നുണ്ട്. അതെല്ലാം എടുത്ത് 2ആയിട്ട് മുറിക്കണം. ഇതൊരു 13 എണ്ണമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് അളവിനനുസരിച്ച് എടുക്കാം. നമ്മുടെ ആ റേഡിയസ് എത്രയാണോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓഡ് എണ്ണമായിട്ട് വേണം എടുക്കാനുള്ളത്. ഈവൻ നമ്പർ ആയാൽ നമുക്ക് അത് കറക്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഓഡ് നമ്പറിൽ വേണം അത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. റൗണ്ടിൽ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ 2 റൗണ്ടിൽ കട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പം ഒരെണ്ണം നമ്മൾ അടിയിൽ വെച്ച് ഒരെണ്ണം അതിൻ്റെ മണ്ടയ്ക്ക് ഈ നീളത്തിലുള്ളതെല്ലാം ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് അതൊന്ന് മടക്കി കൊടുക്കുക, ഇങ്ങനെ മുകളിലോട്ട്. അത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിയുമ്പം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്നും പർപ്പിളിൽ നിന്നും ഒക്കെ വരത്തില്ലേ. അപ്പോൾ അത് കവർ ചെയ്ത് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു റാപ്പർ കിട്ടത്തില്ലേ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസമുള്ള കളേഴ്സാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അത് എന്നിട്ട് നമുക്ക് നീളത്തിൽ എടുത്തതിന് ശേഷം അത് ഒരുമിച്ച് ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് കഴിയുമ്പം അടിയിൽ ഒരു ഇതുപോലെ നീളത്തിലുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഈ മെടയത്തിലെ അതുപോലെ ഓരോന്നിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളത് വെച്ച് മെടഞ്ഞു കൊടുക്കണം. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ഇതും ഇടയ്ക്കൊന്ന് വെച്ച് വട്ടത്തിൽ ചുറ്റിക്കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം ആ ലാസ്റ്റ് വരുന്നുണ്ടല്ലോ, ഒരു ഏകദേശം ഒരു അളവാകുമ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് ഗം വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി നമുക്ക് എക്സ്ട്രാ കുറച്ച് മുകളിലോട്ട് നിൽപ്പുണ്ടല്ലോ, അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് ഒന്ന്
ലെവലിലാക്കി സെറ്റ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചുറ്റും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് നീളത്തിൽ മുറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ചുറ്റി കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് ചുറ്റിക്കൊടുത്ത് ഗം വെച്ച് ഒട്ടിച്ചിട്ട് അതിന് റൗണ്ടായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ആ മുകളിലത്തെ വശത്ത്. അത് കഴിയുമ്പം ഇതുപോലെ തന്നെ വേറൊരു പീസും ഇതുപോലെ തന്നെ ചെയ്യണം. അത് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടെ ഒന്ന് ചെയ്യുക. നമ്മൾ ആദ്യത്തേത് ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തേതാണെങ്കിൽ ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗം വെച്ചിട്ട് നമുക്ക് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്